ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതികൾ മാർച്ച് 13-ന് ശേഷം പ്രഖ്യാപിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സംസ്ഥാനങ്ങളിൽ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷമായിരിക്കും പ്രഖ്യാപനം. പ്രഖ്യാപനത്തിന് മുന്നോടിയായുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വരുന്നു. വിവരങ്ങളുമായി നോബിൾ മാരിക്കാരനുണ്ട്. നോബിൾ, കൂടുതൽ വിവരം. ആര്യ, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം മാർച്ച് 2-ാം വാരം, അതായത് മാർച്ച് 13-ന് ശേഷം ഉണ്ടാകും എന്നാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് അറിയാൻ കഴിയുന്നത്. പ്രധാനമായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ വിവിധ സംസ്ഥാനങ്ങൾ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരവധി സംസ്ഥാനങ്ങൾ ഇതിനോടകം തന്നെ സന്ദർശിച്ച് കഴിയുകയും ചെയ്തു. ഇന്നിപ്പോൾ തമിഴ്നാട്ടിലാണ് ഉള്ളത് എന്നാണ് വിവരം ഉള്ളത്. വരും ദിവസങ്ങളിൽ ഉത്തർപ്രദേശിലേക്കും അതോടൊപ്പം തന്നെ ജമ്മു കാശ്മീരിലേക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോകുന്നുണ്ട് കാര്യങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടി. പ്രധാനമായും സംസ്ഥാനങ്ങളിലെ സാഹചര്യം ഉൾപ്പെടെ വിലയിരുത്തുകയാണ് ഈ കൂടിക്കാഴ്ചകൾ കൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. ആവശ്യമായ വോട്ടർ മെഷീനുകളുടെ എണ്ണം, അതോടൊപ്പം തന്നെ പ്രശ്നബാധിത ബൂത്തുകളുടെ എണ്ണം തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായി തന്നെ രേഖപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആവശ്യമെങ്കിൽ കൂടുതൽ സെക്യൂരിറ്റി ഉൾപ്പെടെ എല്ലാ ബൂത്തുകളിലേക്കും വിന്യസിക്കുന്നതുമായി ബന്ധപ്പെട്ട സജ്ജീകരണങ്ങൾ ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളും അതാത് സംസ്ഥാനങ്ങളിൽ നടക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഒറ്റഘട്ടമായാണോ അല്ലെങ്കിൽ ഒന്നിലധികം ഘട്ടങ്ങളായാണോ തെരഞ്ഞെടുപ്പ് എന്നടക്കമുള്ള കാര്യങ്ങളും ചർച്ചയിലേക്ക് വരുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഉത്തർപ്രദേശ് പോലുള്ള 80 ലോക്സഭാ മണ്ഡലങ്ങളുള്ള സംസ്ഥാനങ്ങളടക്കം ഒന്നിലധികം ഘട്ടങ്ങളായിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുക എന്ന് ഏറെക്കുറെ ഉറപ്പാണ്. അതുമായി ബന്ധപ്പെട്ട വിശദമായ ചർച്ചകൾ നടക്കുന്നുണ്ട് എന്ന് അറിയുന്നു. അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ AI സാങ്കേതിക വിദ്യ ഉൾപ്പെടെ ഉപയോഗിക്കും എന്ന റിപ്പോർട്ടുകളും ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നുണ്ട്. മൊത്തം 88 കോടിയിലധികം വരുന്ന വോട്ടർമാരാണ് 86.88 കോടി വോട്ടർമാരാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്താൻ ഉള്ളത്. അതിൽ 1.85 എന്ന് പറയുന്നത് യുവ വോട്ടർമാരാണ് എന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നു. ഏതാണെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം മാർച്ച് 13-ന് ശേഷം ഉണ്ടാകുമെന്നുള്ള വിവരങ്ങളാണ് നോബിൾ മാരിക്കാരൻ നൽകിയത്.